ഇത്ര നേരം വീഡിയോ റെക്കോർഡ് ചെയ്യാതായിരുന്നു സംസാരിച്ചേ. നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഇപ്പം ഏതെങ്കിലും ഫംഗ്ഷനിലോ ഏതെങ്കിലും ഈവെൻറ്റിലോ എല്ലാം പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ചുറ്റിനും കാണും. നമ്മുടെ ഫോൺ എടുക്കും, ഫോട്ടോസ് എടുക്കും, ആൻഡ് അവരത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ വാങ്ങും. അതിൽ പലർക്കും നമ്മുടെ പാസ്വേഡ് അറിയാവുന്നവരും കാണും. ആൻഡ് അവരെ ഫോട്ടോ ചെക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഹിഡൻ ആക്കിയിട്ട് ഒരു ടാബ് കാണുക. അപ്പോൾ ഒന്നെങ്കിൽ പാസ്വേഡ് അറിയാവുന്നവരത് അഴിച്ചു നോക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അവർ നമ്മളോട് അഴിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുകയോ ഇതൊക്കെ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രൈവസി ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സാണ്. ഇങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യുക. സെറ്റിംഗ് എടുക്കുക. സെറ്റിംഗ് എടുത്തതിന് ശേഷം ഫോട്ടോസ് എന്ന് പറയുന്ന സംഭവം എടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്സ് എന്ന് കാണും. അതിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ഫോട്ടോസ് എടുക്കുക. ഫോട്ടോസിൽ ഷോ ഹിഡൻ ടാബ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഷോ ഹിഡൻ ആൽബംസ് എന്ന് പറഞ്ഞൊരു ടാബ് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾ ഓഫ് ആക്കി ഇടുക. അതിനുശേഷം നിങ്ങൾ ഫോട്ടോസ് ടാബിൽ അങ്ങനെ ഒരു ഹിഡൻ എന്ന് പറഞ്ഞൊരു സാധനം കാണില്ല. ആൻഡ് നിങ്ങൾക്ക് എപ്പോഴും അത് റീചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഹിഡൻ ടാബിലുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ സെറ്റിംഗ് കയറിയിട്ട് ഓഫാക്കി സാധനം അതേപോലെ തന്നെ ഓൺ ആക്കിയിട്ടാൽ നിങ്ങൾക്ക് അത് അവിടെ പോപ്പപ്പ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇത് കൂടുതലും ഇനി കപ്പിൾസിനാണോ അതോ സിംഗിൾസിലാണോ ഉപകാരപ്പെടാൻ പോകുന്നത്? രണ്ടുപേർക്ക് ഉപകാരമുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇതേപോലെ ആരും പറഞ്ഞു തരാത്ത കുറച്ച് ട്രിക്കും ടിപ്സും സംഭവങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ഇനിയും വരും. ആൻഡ് അതൊക്കെ കാണാൻ വേണ്ടി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത കാണുന്നവർക്ക് സൈനിങ് ഔട്ട്.